കേരളത്തിൽ കോട്ടയം ജില്ലയിലെ കുമാരനെല്ലൂരിൽ മീനച്ചിലാറിൻ്റെ പടിഞ്ഞാറേ കരയിൽ നിന്ന് അല്പം മാറി സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു പരാശക്തി ക്ഷേത്രമാണ് ശ്രീ കുമാരനെല്ലൂർ ഭഗവതി ക്ഷേത്രം. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ ദുർഗാ ഭഗവതിയാണ്. മധുര മീനാക്ഷി ചൈതന്യമാണ് ഭഗവതി എന്നാണ് ഐതിഹ്യം. കുമാരനല്ലൂരമ്മ എന്ന് ഇവിടുത്തെ ഭഗവതി അറിയപ്പെടുന്നു. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, പാർവതി, ഭുവനേശ്വരി തുടങ്ങിയ ആദിപരാശക്തിയുടെ വിവിധ ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നു. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 108 ദുർഗാക്ഷേത്രങ്ങളിലെ ഭഗവതിമാർ ഒന്നിച്ചു വന്ന് താമസിക്കുന്ന ഇടമാണ് കുമാരനെല്ലൂർ എന്ന് വിശ്വാസം. ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് പ്രത്യേകം ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി പ്രത്യേക പ്രാധാന്യത്തോടെ പരമശിവൻ്റെ പ്രതിഷ്ഠയുണ്ട്. ഉപദേവതകളായി ഗണപതി, ശാസ്താവ്, ഭദ്രകാളി, നാഗദൈവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട്. കേരളത്തിലെ 108 ദുർഗാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ പഴക്കവും ചുവർച്ചിത്രങ്ങളും ഐതിഹ്യങ്ങളിൽ ഉള്ള പരാമർശങ്ങളും ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളാണ്. വൃശ്ചിക മാസത്തിൽ രോഹിണി നാളിൽ ആറാട്ട് വരത്തക്ക വിധത്തിൽ നടത്തപ്പെടുന്ന 10 ദിവസത്തെ ഉത്സവവും ഇതിനിടയിൽ വരുന്ന തൃക്കാർത്തികയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. ഭഗവതിയുടെ തിരുനാളായി കണക്കാക്കപ്പെടുന്ന തൃക്കാർത്തികയ്ക്കാണ് ആറാട്ടിനേക്കാൾ പ്രാധാന്യം. കൂടാതെ കന്നിമാസത്തിലെ നവരാത്രി, മീനമാസത്തിലെ പൂരം, ദീപാവലി എന്നിവയും വിശേഷങ്ങളാണ്. ചൊവ്വ, വെള്ളി, അമാവാസി, പൗർണമി, മാസത്തിലെ 1-ാം തീയതി തുടങ്ങിയ ദിവസങ്ങൾ പ്രധാനം. കുമാരനെല്ലൂർ ഊരാൺമ ദേവസ്വമാണ് ക്ഷേത്രഭരണം നടത്തുന്നത്. ഈ ക്ഷേത്രത്തെപ്പറ്റിയുള്ള ഐതിഹ്യം ഇപ്രകാരമാണ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പറയുന്ന പ്രസിദ്ധമായ ഒരു കഥയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തിന് കാരണമായി പറയപ്പെടുന്നത്. ഒരിക്കൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഭഗവതിക്ക് ചാർത്തിയിരുന്ന മുക്കുത്തി മോഷണം പോയി. എങ്ങനെയാണ് അത് പോയതെന്ന് ആർക്കും മനസ്സിലായില്ല. വിവരം അന്ന് മധുര ഭരിച്ചിരുന്ന പാണ്ഡ്യ രാജാവിന് വിവരം കിട്ടിയപ്പോൾ അദ്ദേഹം അന്വേഷണത്തിന് ഉത്തരവിട്ടു. പല സ്ഥലങ്ങളിലായി അന്വേഷിച്ചിട്ടും മൂക്കുത്തി തിരിച്ചു കിട്ടിയില്ല. ഒടുവിൽ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനറിയാതെ മൂക്കുത്തി പോകില്ലെന്ന് രാജാവ് തീർച്ചപ്പെടുത്തി. യഥാർത്ഥത്തിൽ ശാന്തിക്കാരൻ നിരപരാധിയായിരുന്നു. എങ്ങനെ മൂക്കുത്തി പോയെന്ന് അദ്ദേഹത്തിനും വിവരമുണ്ടായിരുന്നില്ല. എന്നാൽ ഇതൊന്നും മനസ്സിലാക്കാതെ രാജാവ് ശാന്തിക്കാരനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങി. മണിക്കൂറുകളോളം ചോദ്യം ചെയ്യൽ തുടർന്നെങ്കിലും എങ്ങനെയാണ് പോയതെന്ന് പറയാൻ ശാന്തിക്കാരന് കഴിയുന്നുണ്ടായിരുന്നില്ല. അവസാനം 40 ദിവസത്തിനകം മുക്കുത്തിയുമായി തിരിച്ചു വരണമെന്നും അല്ലാത്ത പക്ഷം ശാന്തിക്കാരനെ തലയർത്ത് കൊല്ലുമെന്നും രാജാവ് ഉത്തരവിട്ടു. വ്യസനത്തോടെ ശാന്തിക്കാരൻ കൊട്ടാരം വിട്ടു. മുക്കുത്തിക്കായി അദ്ദേഹം പല സ്ഥലത്തായി അലഞ്ഞു തിരിഞ്ഞു നടന്നെങ്കിലും എവിടെയും കണ്ടെത്താനായില്ല. ഒടുവിൽ 39-ാം ദിവസമായി പിറ്റേ ദിവസം തൻ്റെ തല പോകുമല്ലോ എന്ന് ആലോചിച്ച ശാന്തിക്കാരൻ അതീവ ദുഃഖിതനായി അന്നത്തെ ദിവസം കഴിച്ചുകൂട്ടി. അന്ന് രാത്രി അദ്ദേഹം ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു സ്വപ്ന ദർശനമുണ്ടായി. അതീവ സുന്ദരിയായ ഒരു യുവതി തൻ്റെ അടുത്ത് വന്ന് ഇനി ഇവിടെ താമസിച്ചാൽ ആപത്താണെന്നും അപ്പോൾ കാവൽക്കാരെല്ലാം ഉറക്കമായതിനാൽ
വല്ല ദിക്കിലും പോയി രക്ഷപ്പെടാമെന്നും പറയുന്നതായിട്ടായിരുന്നു സ്വപ്നദർശനം. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ശാന്തിക്കാരൻ ആരെയും കണ്ടില്ല. ഇത് സാക്ഷാൽ ജഗദമ്പിയുടെ അരുളപ്പാടാണെന്ന് വിചാരിച്ച അദ്ദേഹം ഉടനെ അവിടെ നിന്ന് പുറത്തിറങ്ങി ഓടാൻ തുടങ്ങി. ആ സമയത്ത് സ്വപ്നത്തിൽ വന്ന യുവതി വീണ്ടും അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും താനും കൂടെ വരികയാണെന്ന് അറിയിക്കുകയും ചെയ്തു. തുടർന്ന് അവർ ശാന്തിക്കാരൻ്റെ മുന്നിലായി ഓടിത്തുടങ്ങി. അന്ന് അമാവാസി ആയിരുന്നെങ്കിലും അവരുടെ ശരീരശോഭയും ധരിച്ചിരുന്ന ആഭരണങ്ങളുടെ പ്രകാശവും കാരണം ശാന്തിക്കാരൻ്റെ വഴി വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ആ സ്ത്രീ അപ്രത്യക്ഷയായി. അപ്പോൾ വഴി പൂർണ്ണമായും ഇരുട്ടിലായി. ശാന്തിക്കാരൻ എങ്ങനെയൊക്കെയോ തപ്പിത്തടഞ്ഞ് വഴിയിലൊരിടത്തെത്തി. രാജാവിൻ്റെ ഭടന്മാർ വന്ന് തന്നെ പിന്തുടർന്ന് വരാൻ സാധ്യതയുണ്ടെന്നതിനാൽ ഭയമുണ്ടായിരുന്നെങ്കിലും വിശ്രമിക്കാതെ നിവൃത്തിയില്ലെന്ന് തോന്നിയ അദ്ദേഹം ആ സമയത്ത് പെട്ടെന്നുണ്ടായ ഇടിമിന്നലിൻ്റെ വെളിച്ചത്തിൽ ഒരു വഴിയമ്പലം കണ്ടെത്തുകയും തോളത്തുണ്ടായിരുന്ന രണ്ടാം മുണ്ട് വിരിച്ച ശേഷം അവിടെ കിടന്നുറങ്ങുകയും ചെയ്തു. അക്കാലത്ത് ചേരദേശം വാണിരുന്ന ചേരമാൻ പെരുമാൾ ഇന്നത്തെ കോട്ടയം ജില്ലയിൽ വൈക്കത്തിനടുത്തുള്ള ഉദയനാപുരത്ത് ഭഗവതിക്കും കുമാരനെല്ലൂർ എന്ന ഇപ്പോൾ അറിയപ്പെടുന്ന സ്ഥലത്ത് സുബ്രഹ്മണ്യനും ക്ഷേത്രങ്ങൾ പണിയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ പറഞ്ഞ വഴിയമ്പലത്തിൽ കിടന്നുറങ്ങിയ ശാന്തിക്കാരൻ പിറ്റേന്ന് ഉണർന്നത് കുമാരപുരത്ത് പണി നടന്നുകൊണ്ടിരുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. അത്ഭുതത്തോടെ അദ്ദേഹം ചുറ്റും നോക്കിയപ്പോൾ ശ്രീകോവിലിലെ പീഠത്തിൽ താൻ പൂജിച്ചിരുന്ന സാക്ഷാൽ മധുരമീനാക്ഷിയെ അദ്ദേഹത്തിന് കാണാൻ ഇടയായി. തന്നെ പിന്തുടർന്നു വന്ന സുന്ദരി സാക്ഷാൽ ജഗന്മാതാവാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അമ്മയെ സാഷ്ടാംഗം പ്രണമിച്ചു. തുടർന്ന് അദ്ദേഹം അവിടെ കൂടിയിരുന്നവരോടെല്ലാം മധുരമീനാക്ഷി ശ്രീലകത്ത് കുടിക്കൊണ്ടെന്നും കുമാരനല്ല ഊരിലെന്നും വിളിച്ചു പറഞ്ഞു. നാട്ടുകാർ ഒന്നൊന്നായി ഓടിക്കൂടി നോക്കിയപ്പോൾ അവർക്ക് ശ്രീലകത്ത് ആരെയും കാണാനുണ്ടായിരുന്നില്ല. ഭക്തോത്തമനും ശുദ്ധഹൃദയനുമായ ആ ശാന്തിക്കാരന് മാത്രമാണ് ഭഗവതിയെ കാണാനുണ്ടായിരുന്നത്. ശാന്തിക്കാരൻ്റെ വാക്കുകൾ കേട്ട നാട്ടുകാർ അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് സംശയിച്ച് അദ്ദേഹത്തെ മർദ്ദിച്ചു. വിവരമറിഞ്ഞ് ക്ഷേത്രത്തെത്തിയ ചെയർമാൻ പെരുമാൾക്കും ശ്രീലകത്ത് ആരെയും കാണാനുണ്ടായിരുന്നില്ല. ശാന്തിക്കാരൻ തന്നെ തൊട്ടുകൊണ്ട് നോക്കാൻ പെരുമാളോട് ആവശ്യപ്പെടുകയും അദ്ദേഹം തൻ പ്രകാരം ചെയ്യുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ശ്രീലകത്ത് ഭഗവതിയെ കാണാനിടയായി. ഇതെങ്ങനെ സംഭവിച്ചെന്ന് പെരുമാൾ ചോദിച്ചപ്പോൾ തനിക്ക് നേരിട്ട അനുഭവങ്ങളെല്ലാം ശാന്തിക്കാരൻ അദ്ദേഹത്തെ അറിയിച്ചു. സംഭവങ്ങൾ കേട്ട പെരുമാൾ അത്ഭുതാവഹനായെങ്കിലും ഭഗവതിക്ക് താൻ യാതൊന്നും കൊടുക്കില്ലെന്നും ദേവീ പ്രതിഷ്ഠയ്ക്ക് നിർദ്ദേശിച്ച ഉദയനാപുരത്ത് താൻ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കാൻ പോവുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഉടനെ പെരുമാൾ ഉദയനാപുരത്തേക്ക് പുറപ്പെട്ടു. ഉദയനാപുരത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അതികഠിനമായ മൂടൽമഞ്ഞുണ്ടാകുകയും പെരുമാൾക്കും സേവർക്കും കണ്ണു കാണാതാകുകയും അവർ വഴിതെറ്റി അലയാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സേവകൻ ഇത് ദേവീകോപം മൂലമാണെന്നും അതിനാൽ ദേവിയെ പ്രീതിപ്പെടുത്താൻ ആരാധനാ കർമ്മം നടത്തണമെന്നും അദ്ദേഹത്തോട് പറഞ്ഞു. ഭഗവതിക്ക് ശക്തിയുണ്ടെങ്കിൽ അവിടെ കൂടിയിരിക്കുന്ന മഞ്ഞ് മുഴുവൻ മാറിപ്പോകട്ടെ എന്നതായിരുന്നു പെരുമാളുടെ മറുപടി. ഉടനെ മഞ്ഞ് മുഴുവൻ മാറിപ്പോയി. ആ സ്ഥലം തന്മൂലം മഞ്ഞൂർ എന്നും പിന്നീട് അത് ലോപിച്ച് മാഞ്ഞൂർ എന്നും അറിയപ്പെട്ടു. ഒരുപാട് കാലം മാഞ്ഞൂർ ദേശം കുമാരനെല്ലൂർ ദേവസ്വം വകയായിരുന്നു. തുടർന്ന് ദേവീക്ഷേത്രത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം അവിടെ പ്രതിഷ്ഠയ്ക്ക് വെച്ചിരുന്ന സുബ്രഹ്മണ്യ വിഗ്രഹം ഉദയനാപുരത്തേക്ക് കൊണ്ടുപോകാൻ ഉത്തരവിടുകയും നിശ്ചിത മുഹൂർത്തത്തിൽ തന്നെ അവിടെ പ്രതിഷ്ഠിക്കുകയും തുടർന്ന് ഉദയനാപുരത്ത് പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശിച്ചിരുന്ന ദേവീ വിഗ്രഹം അപ്പോഴേക്കും കുമാരനെല്ലൂർ എന്ന സ്ഥലത്തെത്തിക്കുകയും ചെയ്തു. എന്നാൽ ആ ദേവീ വിഗ്രഹം ഉടൻ വന്നു ചേരലിന് അധികം കഴിയും മുമ്പേ പെരുമാൾക്ക് ഒരു അറിവ് കിട്ടുകയുണ്ടായി. പുതിയ വിഗ്രഹം ഉണ്ടാക്കാൻ ദിവസങ്ങൾ തികയില്ല. പ്രതിഷ്ഠയ്ക്ക് ഉചിതമായ ഒരു മുഹൂർത്തം ഇനി ഉണ്ടാകാനും പാട്. ദുഃഖിതനായ അദ്ദേഹം താൻ മഞ്ഞുകൊണ്ടതെല്ലാം വെറുതെയായല്ലോ എന്ന് ആലോചിച്ച് കിടന്നുറങ്ങി. ആ സമയത്ത് അദ്ദേഹത്തിന് ഭഗവതിയുടെ ഒരു സ്വപ്ന ദർശനമുണ്ടായി. നിലവിൽ പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശിച്ച വിഗ്രഹത്തേക്കാൾ ഉചിതമായൊരു വിഗ്രഹം കുമാരനെല്ലൂരിൽ നിന്ന് അല്പം വടക്ക് കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്ന
വേദഗിരി എന്ന സ്ഥലത്തെ ഒരു മലയിൽ ഒരു കിണറ്റിൽ കിടപ്പുണ്ടെന്നും അതുകൊണ്ടുവന്ന് പ്രതിഷ്ഠ നടത്തിയാൽ മതിയെന്നും പരാശക്തി സ്വപ്നത്തിൽ അരുളി. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ പെരുമാൾ ആരെയും കണ്ടില്ല. എങ്കിലും ഇത് സത്യമാണോ എന്നറിയാൻ പെരുമാൾ ഏതാനും സേവകരോടൊപ്പം വേദഗിരിയിലെത്തി. അവിടെ മുഴുവൻ കാട് പിടിച്ചു കിടക്കുകയായിരുന്നു. ആ കാടെല്ലാം വെട്ടിത്തെളിച്ച് നോക്കിയപ്പോൾ അവിടെ ഒരു കിണർ കാണാനിടയായി. പെരുമാളുടെ സേവകരിൽ ഒരാൾ അതിലിറങ്ങി തപ്പിയപ്പോൾ അഞ്ജനശിലയിൽ തീർത്തും ലക്ഷണമൊത്തതും കേടുപാടുകളൊന്നുമില്ലാത്തതുമായ ഒരു ഭഗവതി വിഗ്രഹം കണ്ടുകിട്ടി. ആഘോഷപൂർവ്വം വിഗ്രഹം കുമാരനെല്ലൂർ എത്തിക്കുകയും നിശ്ചിത മുഹൂർത്തത്തിൽ തന്നെ ശ്രീലകത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. തുടർന്ന് അവിടുത്തെ നിത്യനിദാനം, ആട്ടവിശേഷങ്ങൾ തുടങ്ങിയവയും നിശ്ചയിച്ച പെരുമാൾ മധുരയിൽ നിന്ന് വന്ന ശാന്തിക്കാരനെ ക്ഷേത്രത്തിലെ ശാന്തിക്കാരനാക്കുകയും ചെയ്തു. ആ ശാന്തിക്കാരൻ്റെ കുടുംബത്തിനാണ് ഇപ്പോഴും ക്ഷേത്രത്തിൽ പൂജാധികാരം. മധുരയിൽ നിന്ന് വന്ന ശാന്തിക്കാരൻ്റെ പിന്മുറക്കാരായതിനാൽ ആ കുടുംബം മധുര ഇല്ലം എന്നറിയപ്പെടുന്നു. സർവൈശ്വര ദായിനിയായ ആ ആദിപരാശക്തി കുമാരനെല്ലൂരമ്മ എന്നീ വിശ്വാസികൾക്കിടയിൽ അറിയപ്പെടുന്നു. ഭുവനേശ്വരി, മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ശ്രീ പാർവതി സ്വരൂപിണിയായാണ് ശ്രീചക്രധാരണിയായ ഇവിടുത്തെ ഭഗവതി. ദേവിയുടെ കാളീഭാവമാണ് ആലിങ്കൽ ഭഗവതി. പരശുരാമൻ പ്രതിഷ്ഠിച്ച 108 ദുർഗന്മാരെ തനിക്ക് ഒന്നിച്ചു കാണണം എന്ന ആഗ്രഹത്താൽ 107 സ്ഥലത്തിരിക്കുന്ന സ്ഥലനാമങ്ങളിൽ അറിയപ്പെടുന്ന ഭഗവതിമാരെ ഒന്നിച്ച് ഒറ്റ കേന്ദ്രത്തിലാക്കി. അതാണ് കുമാരനെല്ലൂർ എന്ന മറ്റൊരു സങ്കല്പം. കുമാരിയുടെ ഊരും എന്നും കുമാരൻ അല്ലാത്ത, മുരുകൻ അല്ലാത്ത ഊര് എന്നും കുമാരൻ്റെ, അതായത് ഭഗവാൻ കാർത്തികേയൻ്റെ അമ്മ കാർത്യായനി എന്ന ഭാവത്തിലും സാക്ഷാൽ ആദിപരശക്തി ഇവിടെ വസിക്കുന്നു. പരശുരാമൻ ഈ കുമാരനെല്ലൂർ അമ്മയുടെ അടുത്ത് വന്നപ്പോൾ 107 സ്ഥലത്തും ഇരിക്കുന്ന സ്ഥലനാമത്തിൽ അറിയപ്പെടുന്ന ഭഗവതിമാരെ പരശുരാമന് ഒന്നിച്ചു കാണാൻ സാധിച്ചുവെന്നാണ് ഐതിഹ്യം. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 108 ക്ഷേത്രങ്ങളിലെ ഭഗവതിമാർ ഒന്നിച്ചു വന്ന് താമസിക്കുന്ന ഇടമാണ് കുമാരനെല്ലൂർ. ചോറ്റാനിക്കര ഭഗവതിയും കന്യാകുമാരി കൊല്ലൂർ മൂകാംബികയും തൃച്ചെങ്ങന്നൂർ ഉള്ള പാർവതീദേവിയും അങ്ങനെ 107 സ്ഥലത്ത് അനുഗ്രഹം ചൊരിയുന്നവരും കുമാരനെല്ലൂർ അമ്മയുടെ അരികിലേക്ക് ഓടി എത്തുന്നവർ ആണെന്ന് വിശ്വാസം. കോവിലിൻ്റെ ചുറ്റിപ്പറ്റി നാലമ്പലം പണിതിരിക്കുന്നു. അതിവിശാലമാണ് ഇവിടുത്തെ നാലമ്പലം. ഇവിടുത്തെ ഉപദേവതകൾ എന്ന് പറയുന്നത് മഹാദേവൻ. ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്ത് പ്രത്യേകം ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി പരമശിവൻ്റെ പ്രതിഷ്ഠയുണ്ട്. ക്ഷേത്രത്തിലെ പ്രധാന ഉപദേവ പ്രതിഷ്ഠ ഈ മഹാദേവനാണ്. ഭഗവതിക്ക് തുല്യമായ പ്രതിഷ്ഠ ആണിത്. ഗണപതി. വിളിക്കൽപുരിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ തൂണിൽ കിഴക്കോട്ട് ദർശനമായി ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയുണ്ട്. ബ്രഹ്മാവ്. വിളിക്കൽപുരിയുടെ മച്ചിൽ ബ്രഹ്മാവിൻ്റെയും അഷ്ടദിക്പാരുടെയും പ്രതിഷ്ഠകൾ കാണാം. ധർമ്മശാസ്താവ്. മണ്ഡപത്തിൻ്റെ തെക്ക് പടിഞ്ഞാറേ തൂണിൽ ശാസ്താവിൻ്റെ പ്രതിഷ്ഠയുണ്ട്. മണിഭൂഷൺ എന്നാണ് ഇവിടെ ശാസ്താവ് അറിയപ്പെടുന്നത്. ആലിങ്കൽ ഭഗവതി. പ്രദക്ഷിണ വഴിയുടെ പുറത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആൽമരച്ചൂട്ടിൽ കിഴക്കോട്ട് ദർശനമായി ശ്രീ ഭദ്രകാളിയുടെ പ്രതിഷ്ഠയുണ്ട്. ആൽമരച്ചൂട്ടിലുള്ള പ്രതിഷ്ഠയായതിനാൽ ആലിങ്കൽ ഭഗവതി എന്ന പേരിൽ ഇവിടുത്തെ പ്രതിഷ്ഠ അറിയപ്പെടുന്നു. കുമാരനെല്ലൂർ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷമാണ് വൃശ്ചിക മാസത്തിൽ രോഹിണി നാളിൽ ആറാട്ട് വരത്തക്ക രീതിയിൽ നടത്തപ്പെടുന്ന കൊടിയേറ്റുത്സവവും അതിനിടയിൽ വരുന്ന തൃക്കാർത്തികയും. ആറാട്ടിനേക്കാൾ ഇവിടെ വിശേഷം തൃക്കാർത്തികയാണ്. കോട്ടയം നഗരഹൃദയത്തിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ ദൂരം മാത്രമാണ് ക്ഷേത്രത്തേക്ക് ഉള്ളത്. MC റോഡ് ഈ പ്രദേശത്തൂടെ കടന്നു പോകുന്നു. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഇവയൊക്കെയാണ്. കുമാരനെല്ലൂർ. ഇവിടെ എറണാകുളം കോട്ടയം പാതയിൽ സർവീസ് നടത്തുന്ന പാസഞ്ചർ മെമു ട്രെയിനുകൾ മാത്രമേ നിർത്തുകയുള്ളൂ. അടുത്തുള്ള വലിയ റെയിൽവേ സ്റ്റേഷൻ കോട്ടയമാണ്. ദർശന സമയം അതിരാവിലെ 4 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെയുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.